കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയിലെത്തി മോഷണം നടത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കൊടും ക്രിമിനലുകളെന്ന് കണ്ടെത്തൽ. പ്രതികളുടെ പേരിൽ കൂടുതലും ATM തകർത്ത് പണം കൊള്ളയടിക്കൽ, വീട് തകർത്ത് മോഷണം തുടങ്ങിയ കേസുകളാണ്. പ്രതികൾ എത്തിയത് കർണാടകയിൽ നിന്ന് മോഷ്ടിച്ച കണ്ടെയ്നർ ലോറിയിലാണ്. പ്രതികൾ ലക്ഷ്യമിട്ടത് വൻ ATM കൊള്ള എന്ന വിവരവും പുറത്തേക്ക് വരികയാണ്. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, കഴിഞ്ഞ ദിവസം അതിലൊരു പ്രതി അതിസാഹസികമായൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേ അത്തരമൊരു സംശയം തോന്നിയിരുന്നതാണ്. ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, കൊടും കൊള്ളക്കാരാണ് കഴിഞ്ഞ ദിവസം പനങ്ങാട് പോലീസ് പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുൻപും ഇവർ ATM തകർത്ത് പണം തട്ടിയിട്ടുണ്ട്. മാത്രമല്ല വീടുകൾ കൊള്ളയടിച്ച് പണം കവരുന്നതും ഇവരുടെ ഒരു രീതിയായിരുന്നു. ഇതിൽ പിടിയിലായ 3 പേരിൽ ഒരാൾ ഹരിയാന സ്വദേശിയാണ് നസീർ അഹമ്മദ് അമീന്. രണ്ടുപേര് നസീർ അഹമ്മദ് അമീന് കൂടാതെ സുദം ഇയാസ്. ഈ 2 പേർക്കും 10ലധികം കേസുകളുണ്ടെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ മറ്റൊരാളായിട്ടുള്ള രാജസ്ഥാൻ സ്വദേശി സൈക്കുൾ ഹനീഫ്, ഇയാൾ 15ഓളം കേസുകളിലെ പ്രതിയാണ്. ഈ 3 പേരും ചേർന്നാണ് കർണാടകയിൽ നിന്നും ഒരു വാഹനം മോഷ്ടിക്കുന്നത്, കണ്ടെയ്നർ ലോറി മോഷ്ടിക്കുന്നത്. അതിൽ പിന്നീട് തമിഴ്നാട് വഴി വരുമ്പോൾ മറ്റൊരു കാറ് കൂടി മോഷ്ടിച്ച് ആ ലോറിയുടെ അകത്ത് കയറ്റി കൊണ്ടുവരാനുള്ളൊരു നീക്കം ഇവർ നടത്തിയെന്നുള്ളതാണ്. പിന്നീട് 20 കിലോമീറ്റർ മാറിയായി കാറ് കണ്ടെത്തിയിരുന്നു. അങ്ങനെ വാഹനങ്ങൾ മോഷ്ടിച്ച്, അത് വലിയ വാഹനങ്ങൾ മോഷ്ടിച്ച് ATMകൾ തകർത്ത് വലിയ രീതിയിൽ പണം കൊള്ളയടിക്കുകയായിരുന്നു ഈ പ്രതികളുടെ രീതി എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരാൾ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ ഈ ചില്ല് തകർത്ത്, പോലീസ് സ്റ്റേഷൻ്റെ ചില്ല് തകർത്ത് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ കൊടും കുറ്റവാളികളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ കവർച്ചയാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇപ്പോൾ.